ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 മന്ത്സിന് ശേഷം ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് പോവുക കേട്ടോ. അങ്ങ് ട്രിവാൻഡ്രത്തു നിന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര സാഡായിട്ടുള്ള വിഷയമാണെങ്കിലും പക്ഷേ ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആ ദിവസത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് പോവുക. സാധാരണ എപ്പോഴും ഞങ്ങൾ 2 വീലർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കേട്ടോ പോവാറ്. ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് റിക്ഷ പിടിച്ചിട്ടാണ് വന്നത്. ഈവനിങ്ങുള്ള ട്രിവാൻഡ്രം എക്സ്പ്രസ്സിലാണ് കേട്ടോ പോകുന്നത് നാട്ടിലോട്ട്. ഒരു 4:30 ഒക്കെ ആയപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് RAC ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 പേർക്കും കൂടെ ഒരു സീറ്റായിരുന്നു. രാത്രിയിലെ യാത്രയെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കയറി കുറേ സമയം നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചാടി മറിഞ്ഞ് കളിച്ചു അങ്ങനെയൊക്കെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കമായി. രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഷൊർണൂരെത്തി. അപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ എങ്കിലും കൃത്യസമയത്തിന് തന്നെ ട്രിവാൻഡ്രത്ത് എത്തി കേട്ടോ. രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്തുള്ള KSRTC സ്റ്റാൻഡിൽ പോയി ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ബസ്സിൽ കയറിയത്. അവിടെ നിന്ന് തന്നെ രാവിലെ ഒരു വെളുപ്പിനായതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ഫ്രീ ആയിരുന്നു കേട്ടോ. ഫാസ്റ്റ് ബസ്സായിരുന്നു, അതുകൊണ്ട് വേഗം തന്നെ എത്താൻ പറ്റി. അങ്ങനെ വീണ്ടും ബസ് ഇറങ്ങി കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് റിക്ഷയൊക്കെ കിട്ടി. അതിലിങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. വീട്ടിനടുത്തുള്ള കുളമാണ് കേട്ടോ ഇത്. ഇപ്പം ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. വീട്ടിലോട്ട് എത്താറാകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, ആ ഒരു ലെവലിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. ശരിക്കും പറഞ്ഞാൽ മുന്നേക്ക് വരുമ്പം നമുക്കായിരിക്കും ഭയങ്കര സന്തോഷം. പക്ഷെ ഐറ ആയതിനു ശേഷം വീട്ടിലെത്തുമ്പോൾ ഏറ്റവും ഹാപ്പിനെസ് ഉള്ളത് അവക്കാണ്. നമ്മുടെ കണ്ണൂർ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ പപ്പയും അമ്മയും എല്ലാവരുമായിട്ടുള്ള ഭയങ്കര മിങ്കിളാവുന്ന ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് പോവാം എന്ന് പറയുമ്പോൾ തന്നെ അപ്പച്ചി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്നത് അപ്പച്ചി എന്നാണേ. വീട്ടിൽ വന്നപാട് തന്നെ പപ്പയായിട്ട് ഭയങ്കര കൂട്ടായി കേട്ടോ. കളിയും ബഹളമായിട്ടെല്ലാം അങ്ങനെ നടക്കുവാണേ. അവളെ കയ്യിലൊക്കെ ചെറുതായിട്ടിങ്ങനെ മുറിഞ്ഞിരിപ്പുണ്ട്, അതൊക്കെ കൊണ്ടിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പപ്പയ്ക്കും തിരിച്ചങ്ങനെ തന്നെയാണ് കേട്ടോ, ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം അങ്ങനെ ഭയങ്കര ഡൗട്ടാണ്. ഓരോന്നെല്ലാം പെറുക്കിയെടുക്കുന്നു, ദിവാനിൽ കയറുന്നു, സോഫയിൽ കയറുന്നു, പൂച്ചയുടെ പുറകെ നടക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ ചെയ്യാനായിട്ടുള്ള ഭയങ്കര ത്വരയിലാണ് ആള്. വന്നപാട് തന്നെ പപ്പയായിട്ട് തന്നെ കളിയും ബഹളമൊക്കെ ആയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു പൗഡർ ബോട്ടിലെല്ലാം എടുത്തിട്ട് വന്നിട്ട് തട്ടിക്കൂട്ടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐറയുടെ ലോകമാണ്. അവൾ എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല കേട്ടോ. ചെറുതല്ലേ ചെയ്തോട്ടെ അങ്ങനെ വിട്ടുകൊടുക്കലാണ്. ശരിക്കും അവിടെ നമ്മൾ മാത്രമായതുകൊണ്ട് നമ്മൾ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുന്നതും ശരിക്കും ഇവിടെ വന്നാലാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ടും പിന്നെ അടുത്തുനിന്ന് വീട്ടിലൊക്കെ കുറേ കുട്ടികളെല്ലാം ഉണ്ട് കേട്ടോ. അവരൊക്കെ വന്ന് നല്ല മിങ്കിളാവുന്നത് കൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. ഐറ അങ്ങനെ വന്നപാട് തന്നെ നല്ലോണം തകർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സമയം സൈഡായേ, കുറച്ച് സമയം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്ത് വേഗം പോയി കുളിച്ച് കേട്ടോ. ട്രെയിൻ യാത്ര ചെയ്ത് വന്നതല്ലേ, അങ്ങനെ ഞാനും കുളിച്ചു, ഐറയും കുളിപ്പിച്ച് ഫ്രഷാക്കി. ഈ ടെഡി ബെയർ ശരിക്കും കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഐറയ്ക്ക് മേടിച്ചതാണ്. നമ്മളിവിടെ നിന്ന് പോകുമ്പം പെട്ടിയിലേക്ക് എല്ലാം പൊതിഞ്ഞു വെക്കും. വീണ്ടും അവൾ തിരിച്ച് വരുമ്പോഴത്തേക്കും കയ്യിലെടുക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നിട്ടും വീണ്ടും തിരിച്ചിറങ്ങിപ്പോയി വാവാന്നും പറഞ്ഞ് പോയി എടുത്തിട്ട് വന്ന് അതിനെ ഒരു ചെയറിലൊക്കെ കൊണ്ടിരുത്തി കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും ആയിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ചിക്കൻ തോരനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അതും കൂട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഐറ അടുത്ത പണി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സ്ലാബിലുണ്ടായിരുന്നൊരു ബീട്രൂട്ട് എടുത്ത് മുറിച്ച് തരാൻ പറഞ്ഞിട്ട് ഒരു കഷ്ണം മുറിച്ചെടുത്തു. എന്നിട്ട് ലിപ്സ്റ്റിക്കായിട്ട് ഇങ്ങനെ ചുണ്ടിലൊക്കെ തേച്ചുകൊണ്ടിരിപ്പുണ്ടേ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലെ പൂച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് വരുന്ന വരവാണ് കേട്ടോ ഇത്.
പുറത്ത് നല്ല മഴയാണ്. ഭാഗ്യത്തിന് വീടെത്തുന്നവരങ്ങനെ യാത്രയിലൊന്നും മഴ പെയ്തിട്ടില്ല. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം, പുറത്തൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വരിക. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുന്നത് വരെ മിക്ക ദിവസവും മഴ തന്നെയായിരിക്കും. എല്ലാ പ്രാവശ്യത്തെയും അവസ്ഥ ഇതാണ്. നമ്മൾ തിരിച്ചവിടുന്ന് ഇങ്ങോട്ട് വരാറാകുമ്പോഴത്തേക്കും മഴയൊക്കെ മാറി നല്ല ക്ലൈമറ്റാവും. അവിടെ ടേബിളിൽ വെച്ചിരുന്ന ബൈബിളൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ തറയിലിരിക്കുവാണ് കേട്ടോ. ഒന്ന് മഴയൊക്കെ മാറി ഒന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് ഒരുവിധം ഓക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അമ്മ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഒരാളിതാ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് 2 പൂച്ചയുണ്ട് കേട്ടോ. ഒരാൺപൂച്ച ഒരു പെൺപൂച്ചയാണ് ഉള്ളത്. ഒരാളെ കാണുന്നില്ല, എവിടെയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് അപ്പൂസാണ് കേട്ടോ. അവൻ കോളേജ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ കയറി കുറച്ച് സമയം സംസാരിച്ചൊക്കെ നിന്ന് വിശേഷമൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ പോയി. ആള് ഭയങ്കരമായിട്ട് സംസാരിച്ച് നിൽക്കുമായിരുന്നേ. പക്ഷെ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ചമ്മൽ. പിന്നെ നേരെ ടെറസിന്റെ മണ്ടയിലോട്ടാണ് പോയത്. അമ്മ കുറേ ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ചെടിയല്ല കേട്ടോ, പച്ചക്കറികളാണ് നട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും നട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ ചെടിച്ചട്ടിയൊക്കെ മുന്നേ മേടിച്ചതായിരുന്നു. നേരത്തെ കുറച്ചൊക്കെ നട്ട് അങ്ങനെ ശരിയായില്ല, അങ്ങനെ ഒതുക്കി വെച്ചിരുന്നതായിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം അമ്മ കുറേ തൈയൊക്കെ നട്ട് കുറേ തക്കാളിയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ തക്കാളി ഉണ്ടാവണം. അല്ലെങ്കിൽ എപ്പോൾ നട്ടാലും തക്കാളി കുറച്ചിങ്ങനെ വളർന്നു വന്നിട്ട് പെട്ടെന്ന് മോശമായി പോവും. പിന്നെ വഴുതന അങ്ങനത്തെ ടൈപ്പൊക്കെ മുന്നേ നട്ടിട്ടുണ്ടായിരുന്നേ. കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ ചാഞ്ഞൊക്കെ പോയി കിടപ്പുണ്ടായിരുന്നു. അതിന് പിന്നെ കുറേ കമ്പൊക്കെ കൊടുത്ത് ഇങ്ങനെ ഊന്നൊക്കെ കൊടുത്ത് നേരെയാക്കി. വെണ്ടയ്ക്ക നിപ്പുണ്ട്. പിന്നെ പയറ് കുറച്ച് നിപ്പുണ്ടായിരുന്നു. മുളകൊക്കെ ഇപ്പം നട്ടിട്ടേ ഉള്ളു കേട്ടോ. കുറേ അമ്മ വിത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മുളപ്പിച്ച് ഇട്ടിട്ടുണ്ട്. ഇളക്കി നടാൻ പാകമായി വരുന്നതേ ഉള്ളൂ. ചീരയും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു തൈകളാണ്. പക്ഷെ തക്കാളി നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പച്ചക്കറിയൊക്കെ നോക്കി ഇങ്ങനെ കുറച്ചൊക്കെ അതിൽ നിന്ന് പറിച്ചൊക്കെ എടുത്ത് കേട്ടോ. പാകമായതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു തക്കാളിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി പിച്ചെടുക്കും. അങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴാണ് പപ്പ താഴേക്ക് പോകുന്നത് കണ്ടേട്ടോ. ആടിന് കൊടുക്കാനുള്ള പുല്ലൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടെ കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് തന്നെ മുഴുവൻ പായൽ പിടിച്ചിട്ടുണ്ട്. നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണമെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. നല്ലോണം വഴുക്കലാണ്. കണ്ടിന്യൂസ് മഴ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ നട്ടിട്ട് ഇങ്ങനെ കായെല്ലാം ഉണ്ടായി അത് പാകമാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്കിങ്ങനെ തക്കാളിയും ഈ കത്തിരിക്കയും ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകിൻ്റെ തൈയൊക്കെ കൊണ്ടുപോകുന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അവിടെയും കൊണ്ടുപോയി കുറച്ചൊക്കെ നട്ട് വെക്കുന്നെല്ലാം. പക്ഷെ പയറ് ഇങ്ങനെ നന്നായിട്ട് പടർന്നു വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ എന്തോ ഒരു ജീവി അതിൽ ഫുൾ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പയറധികം അങ്ങനെ കായ്ക്കുന്നുണ്ടായിരുന്നില്ലേ. പയറിലെല്ലാം തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എന്തോ ഒരു പ്രാണി ഇങ്ങനെ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ വഴിയെല്ലാം ഭയങ്കര ചെളിയായിട്ടൊക്കെയാണ് കിടക്കുന്നത്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ് ഇടവഴിയുണ്ട്. അതിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളിങ്ങനെ റെയിൽവേയിലോട്ട് എത്തും കേട്ടോ. നമ്മുടെ സ്വന്തം റെയിൽവേ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ റെയിൽവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാസങ്ങളായി ഇപ്പം ഇങ്ങനെ പുതിയ പാളമൊക്കെ കൊണ്ടിങ്ങനെ ഇട്ടിട്ടുണ്ട്, ഡബിൾ പാളമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെയിൽവേ എന്നൊക്കെ ഇറങ്ങി വന്നപ്പോൾ പപ്പയെ കണ്ടു കേട്ടോ. ദൂരെന്നേ കണ്ടേ. ഇങ്ങനെ പപ്പയെ കാണാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ മുന്തിരിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. മുന്തിരിയും പേരയ്ക്കൊക്കെ. അങ്ങനെ ഞാനും അമ്മയും കൂടെ നിന്നിട്ട് അതൊക്കെ പൊട്ടിച്ചെടുത്തു. കുറേ ഉണ്ട് കേട്ടോ, കുറേ പിടിച്ചിട്ടുണ്ടേ. പക്ഷെ ഇങ്ങനെ വിളഞ്ഞ് പാകമായത് 2-3 കിട്ടി മുന്തിരി. അതെടുത്തു. മുന്തിരി അല്ല കേട്ടോ, സീതപ്പഴം. നമ്മുടെ ഇവിടെ ഇങ്ങനെ മുന്തിരി എന്നൊക്കെ പറയും. പിന്നെ അത് പറിച്ചു കഴിഞ്ഞിട്ട് പേരയ്ക്കയും പറിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 2 പേരയ്ക്കയും കിട്ടി, 2-3 സീതപ്പഴവും കിട്ടി. അതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഴുകയും ചെയ്തേ. അമ്മ പിന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് കാലും കൈയൊക്കെ തടകി ഇങ്ങനെ എടുത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കയ്യിൽ ചോദിച്ചിട്ട് തരുന്നേ ഇല്ല. അതും കൊണ്ടിങ്ങനെ പപ്പയെ കാണിക്കാൻ വേണ്ടി പപ്പയുടെ അടുത്തോട്ട് ഓടുവാണേ. ഇപ്പൊ കുറച്ച് മഴ കുറഞ്ഞു നിൽക്കുന്നോണ്ടാണ് കേട്ടോ പപ്പ വേഗം ഇങ്ങനെ ആടിന് പുല്ലെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് വന്നത്. മഴയാവുമ്പം പുല്ലൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ സമയമാകുമ്പോൾ
ഇങ്ങനെ കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് പുല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഇതെല്ലാം കിട്ടും. പക്ഷെ വെയിൽ സമയമാകുമ്പോൾ ഇങ്ങനത്തെ പുല്ലൊന്നും ഉണ്ടാവില്ല. ഒരുപാട് കാട്ടുചെടികളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പൂക്കളുള്ളതും അങ്ങനെയൊക്കെ ദൂരെ നിന്ന് കാണാനൊക്കെ നല്ല ഭംഗിയാ. പിന്നെ റെയിൽവേയുടെ ഒരു ഭാഗം എന്ന് വെച്ചാൽ മുഴുവൻ വയലാണ് കേട്ടോ. കുറേ കൃഷിയെല്ലാം ഉണ്ട്. വാഴയും കവുങ്ങും അങ്ങനെ പലത്, വെള്ളരി, പടവലം, അങ്ങനെ കുറേ ഓരോരോ ടൈപ്പായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടേ. അങ്ങനെ പപ്പ ആട്ടിനുള്ള പുല്ലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പാളത്തിലിരുന്ന് കേട്ടോ, എല്ലാവരും കൂടെ കുറച്ച് സമയം അയറയായിട്ടൊക്കെ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഇരുന്നപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ സൗണ്ട് കേട്ട്. അപ്പോൾ എന്തായാലും അയറയ്ക്ക് ഡയറക്റ്റ് തന്നെ ട്രെയിൻ കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അയറയും വെച്ചിട്ട് കുറച്ച് സമയം നിന്ന് കേട്ടോ. ആദ്യം അതിൻ്റെ സൗണ്ട് വരുമ്പോൾ നല്ല വൈബ്രേഷനാണ് ഇതിങ്ങനെ പോകുമ്പോൾ. ആദ്യം ഒന്നാളും ഞെട്ടിയെങ്കിലും പിന്നെ ഓക്കെ ആയേ, കാണുമ്പോൾ ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ഹാപ്പിയായി. അങ്ങനെ ട്രെയിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പറിച്ച മുന്തിരിയും പേരയ്ക്കയും പുല്ലൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇങ്ങനെ പാളത്തിൻ്റെ പുറത്തൂടെയൊക്കെ ഇങ്ങനെ അയറയും കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കൈപിടിച്ചൊക്കെ നടന്നേ. പിന്നെ റെയിൽവേ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ നല്ല രസമാണ് കേട്ടോ. ട്രെയിൻ പോയതിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഇപ്പോഴും ശരിക്കും അറിയാം കേട്ടോ. പിന്നെ ഈ പാളത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് സ്ഥലമൊക്കെ ഇങ്ങനെ റെയിൽവേ എടുത്തിട്ട് അതിൻ്റെ കുറ്റിയെല്ലാം വെച്ചിങ്ങനെ വെട്ടിട്ടുണ്ട്. വരുന്ന വഴിക്ക് അമ്മയ്ക്ക് കുറച്ചിങ്ങനെ വിറകൊക്കെ കിട്ടി കേട്ടോ. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വിറകൊക്കെ പറക്കി വീട്ടിലേക്കൊക്കെ വന്ന്, മഴയായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഫുള്ള് ചെളിയും വെള്ളമാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞതും അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. ആദ്യം 2 പേര് വന്നേ. 2 പേരും ഇങ്ങനെ ഓട്ട മത്സരത്തോടെ ഓട്ടമാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ 2 പേരായി, പിന്നെ 3 പേരായി. എന്നിട്ട് ചേട്ടനും കൂടെ വന്നു കേട്ടോ. അങ്ങനെ 3 പേരും കൂടെ ഭയങ്കര ഓടിക്കളിയായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ വഴുക്കലൊക്കെ ഉണ്ടേ. എന്നിട്ടും പറഞ്ഞിട്ട് കേൾക്കുന്നൊന്നുമില്ല. പിന്നെ വീട്ടിൽ കയറി ഷട്ടിൽ കളിക്കാനുള്ള സംഭവമൊക്കെ എടുത്ത് ഓരോരോ സമയം കഴിയുന്നതോറും ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. ആദ്യം 2 പേര് വന്നു, പിന്നെ അവൻ്റെ ചേട്ടൻ വന്ന്, പിന്നെ അത് അനഘയാണ് കേട്ടോ. അനഘ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കുഞ്ഞാളും കൂടെ എത്തി കേട്ടോ. പാത്തു എന്നാ പേര്. അതാ വരുന്നുണ്ട്. ഹൈറ അനഘയായിട്ട് കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ ബാക്കി കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ. ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അനഘ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് അന്വേഷിക്കേ, ഹൈറേനെ എന്നാ വരുന്ന വല്യമ്മ എന്നെല്ലാം ചോദിച്ചിട്ട്. ആൺകുട്ടികളെല്ലാം അവരുടേതായിട്ടുള്ള ഇങ്ങനെ ഓടിക്കളി, ഷട്ടില് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഹൈറയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നത് പാത്തുവും അനഘയും ആണ് കേട്ടോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ. ഹൈറയോട് ഒന്ന് ഓരോന്നോരോന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടേ. അതിനിടയ്ക്ക് ഷട്ടിലടിച്ചിട്ട് കോപ്പ് കാണുന്നില്ല കേട്ടോ. അപ്പുറത്തെ പറമ്പിലെല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ പോയി തപ്പുന്നുണ്ട് എല്ലാവരും കൂടെ. അടുത്ത ആള് വന്നിട്ട് ഐറയോട് ഒരു ഉമ്മതാന്ന് കുറേ സമയം ഗഞ്ചുന്നു കേട്ടോ. ഐറ പക്ഷെ ഒരു തരത്തിലും അടുക്കുന്നില്ല. അങ്ങനെ പിന്നെ കുഞ്ഞ പിണങ്ങിപ്പോയി. ഐറ തീരെ ചെറുതായതുകൊണ്ട് തന്നെ ഷട്ടിൽ കളിക്കാനൊന്നും അവർക്ക് ഒക്കുന്നില്ലേ. പിന്നെ അനഘയുടെ കൂടെ ഇരുന്നിങ്ങനെ ബോളും കാറൊക്കെ വെച്ച് അങ്ങനെ കളിക്കുവാണ് കേട്ടോ. സമയം ശരിക്കും ഇപ്പം വൈകി ഒരു 5 മണിയെല്ലാം ആയി കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ മുറ്റത്തെല്ലാം നല്ല ചപ്പുണ്ട്, കാറ്റ് വീശുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പിന്നെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ നന്നായിട്ട് ഐസ്ക്രീമെല്ലാം ഇടയ്ക്കിടയെ കുടിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വരുന്നെന്ന് അറിയുമ്പോഴേ അമ്മ ഇങ്ങനെ ഐസ്ക്രീമെല്ലാം മേടിച്ച് വയ്ക്കും, അവർക്ക് ഇഷ്ടമായതുകൊണ്ട്. മുന്നെയൊക്കെ കൂടുതലും വീട്ടിൽ വരുമ്പോൾ കിച്ചണിലെ ജോലികളാണ് കേട്ടോ ചെയ്തിട്ടിരുന്നത്. പക്ഷേ ഇപ്പം വരുമ്പോഴത്തേക്കും കിച്ചണിലെ പണിയൊക്കെ ഇപ്പോഴും അമ്മ തന്നെയാണ് കേട്ടോ കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറേ ഉള്ളൂ. അകത്തുള്ള പണികളേക്കാൾ കൂടുതൽ ക്ലീനിങ് പരിപാടിയും പുറത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഈവനിങ് ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അമ്മ മൂന്നാർ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന നല്ല അടിപൊളി കോഫി പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി. പിന്നെ പപ്പ കടയിൽ നിന്ന് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ, പഴംപൊരിയും വടയൊക്കെ. അങ്ങനെ അതൊക്കെ വെച്ച് കോഫിയൊക്കെ കുടിച്ചു. ഐറ അപ്പോഴത്തേക്കും ഒന്ന് കുറച്ച് സമയം ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ അവള് ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്തിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വന്ന് കുറച്ച് സമയം ഇങ്ങനെ ചിണുങ്ങിയിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ആളങ്ങ് ആക്റ്റീവായി കേട്ടോ. പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ. ഐറ ഇവിടെ വരുമ്പം കളിക്കാനായിട്ട് ഇവിടെ കുറച്ച് ടോയ്സ് ഒക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു ഡോളിനെ കയ്യിൽ പിടിച്ചിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ മകനാണ് കേട്ടോ.
അങ്ങനെ അവനും കൂടി. അയറയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും ആ ലെവലിലോട്ടാവും കേട്ടോ. അങ്ങനെ ഇരുന്ന് കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണേ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.